നല്ലൊരു കഥയും നല്ലൊരു സ്ക്രീൻ പ്ലേയും അതുപോലെ തന്നെ നല്ല പെർഫോമൻസുകളും നല്ലൊരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള മൊമെന്റ്സും ഉണ്ടെങ്കിൽ ഒരു സിനിമ നന്നാവുന്നതിൽ ആർക്കും സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇവിടെ തെളിയിക്കുന്നത്. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ മോഹൻലാലിന്റെ ആ ഒരു എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ്, മോഹൻലാൽ സംഗീത് പ്രതാപ് ആ ഒരു കോംബോ, പിന്നെ അങ്ങോട്ട് അതിനെ ബിൽഡ് ചെയ്യുന്ന നല്ലൊരു ഫീൽ ഗുഡ് മൊമെന്റ്സ് ഉള്ള സ്റ്റോറി, അങ്ങനെയുള്ള പല പല സംഭവങ്ങളാണ് ഹൃദയപൂർവ്വത്തിനെ സ്പെഷ്യൽ ആക്കുന്നത്. സോ ഈ ഒരു സിനിമ മുന്നോട്ട് പോകുന്നതോറും ആദ്യത്തെ ഫസ്റ്റ് ഹാഫിൽ വരുന്ന ഫണ്ണി എലമെന്റ്സ് അത്യാവശ്യം നല്ല രീതിയിൽ ചിരിക്കാനുള്ള ആ ഒരു രീതിയിലുള്ള സംഭവങ്ങളാണുള്ളത്. ഇപ്പോൾ ഇറങ്ങുന്ന ആ ഒരു ഫണ്ണി അല്ലെങ്കിൽ കോമഡി മൂവീസ് ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, നമുക്ക് ചിരി വരാറില്ല പലതും കാണുമ്പോഴത്തേക്കും. പക്ഷേ നല്ല ഫണ്ണി മൊമെന്റ്സ് കൊണ്ട് റിച്ചാണ് ഈ ഒരു ഫസ്റ്റ് ഹാഫ്. അതിനോട് തന്നെ ഒരു ക്ലൗഡ് കിച്ചനും ആ ഒരു ബിസിനസ് ഒക്കെ നോക്കി നടത്തുന്ന ഒരു ക്യാരക്ടറാണ് സന്ദീപ് ബാലകൃഷ്ണൻ എന്ന് പറയുന്ന മോഹൻലാൽ ചെയ്യുന്ന ഒരു കഥാപാത്രം. സോ അതാണ് ആദ്യം കാണിക്കുന്നത്. സോ ആ ഒരു ഹാർട്ട് കൊടുത്ത ആ ഒരു ഡൊണാൾഡ് മകള് അദ്ദേഹത്തെ തേടി വരുന്നതും, പിന്നെ അങ്ങോട്ട് അദ്ദേഹം നേരിടുന്ന പല ഫണ്ണി ആയിട്ടുള്ള സാഹചര്യങ്ങളും അതിനെക്കുറിച്ചുള്ള റിയലൈസേഷൻസും ഫീൽ ഗുഡ് മൊമെന്റ്സും അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഹൃദയപൂർവ്വം സമ്മാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫാമിലി ഓഡിയൻസിന് മാത്രമല്ല, ന്യൂട്രൽ ഓഡിയൻസസിനും എല്ലാത്തരം ഓഡിയൻസസിനും വർക്കൗട്ട് ആവുന്ന ഒരു മൂവിയാണ് ഹൃദയപൂർവ്വം. അതിനോട് തന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാമിയോസ് സിനിമയിൽ സെക്കൻഡ് ഹാഫിൽ വരുന്നുണ്ട്. സോ താല്പര്യമുള്ളവർ കണ്ടു നോക്കാം. ഇതിപ്പോൾ തിയേറ്റേഴ്സിൽ അവൈലബിൾ ആണ്.